എന്നാലും എന്നെ ശൂർപ്പണഖേന്ന് വിളിച്ചില്ലേ? ആ പാതിവൃത്തം കേട്ട ആ മൂദേവിയുടെ കഥ ഞാനിവിടെ ചൊല്ലാം. ഭാര്യയായി വെക്കണമെന്നെ, അങ്ങ് ഭാര്യയായി വെക്കണമെന്നെ. തൊട്ടുവാൻ പാടില്ല പെണ്ണെ, തൊട്ടുകൂടുവാൻ പാടില്ല നിന്നെ. എന്നെ കവർന്ന സ്വരൂപനായുള്ള ലക്ഷ്മണൻ കൂടെയുണ്ട്. ഓടി ലക്ഷ്മണൻ കൂടെയുണ്ട്. ആരായി ലക്ഷ്മണൻ? അങ്ങാണോ ഈ ലക്ഷ്മണൻ? ലക്ഷ്മണ, ഭാര്യയായി വെക്കണമെന്നെ, അങ്ങ് ഭാര്യയായി വെക്കണമെന്നെ. ഏട്ടന്റെ അനുവാദമുണ്ടെങ്കിൽ നിന്നെ രാമ ലക്ഷ്മണ, രാമ ലക്ഷ്മണ, രാമ ലക്ഷ്മണ, രാമ ലക്ഷ്മണ, രാമ ലക്ഷ്മണ. വാഴെടുത്തു വന്നു ലക്ഷ്മണൻ. കോപിഷ്ഠയായ ശൂർപ്പണഖയുടെ മൂക്കും മുലയും അരിഞ്ഞു കളഞ്ഞു. ആർത്തു നിലവിളിയുമായി ശൂർപ്പണഖ 10 തലയുള്ള രാവണന്റെ കാൽക്കൽ വീണു കരഞ്ഞു. അതിനു പകരമായി നമ്മുടെ മായാസീതയെ രാവണ കട്ടുകൊണ്ടുപോയി. ഹേ പെണ്ണുങ്ങളെ, പാതിവൃത്തം വേണമെങ്കിലേ രാവിലെ നേരത്തെ എണീച്ച് കുളിക്കണം, മനസ്സിലായോ? എടി ദമയന്തി, കഥ കൊള്ളാലോ. സുന്ദരിയായ ദമയന്തിയോ? ഈ ഞാനോ? വീരനാം നളന്റെ ഭാര്യ സുന്ദരി ദമയന്തി, കാന്തനെ കാണാതലഞ്ഞു കാട്ടിൽ നടക്കുമ്പോൾ, കാന്തി കണ്ടടുത്തു വന്നു ഘോരണ പെരുമ്പാമ്പ്, കാന്തി കണ്ടടുത്തു വന്നു
പാതിവൃത്യത്തിന്റെ ഒരു ശക്തിയേ. ഇത്തരത്തിലുള്ള നല്ല കഥകളും ചൊല്ലാം ശംഭോ മഹാദേവ രക്ഷിച്ചിടണേ. ഇത്തരത്തിലുള്ള നല്ല കഥകളും ചൊല്ലാം ശംഭോ മഹാദേവ രക്ഷിച്ചിടണേ. എടാ 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 വടിവേല, എണീക്കടാ. നിന്റെ കളിയൊന്ന് കാണിച്ചു കൊടുക്കടാ. ആടിക്കളിക്കടാ കുഞ്ചിരാമ, ചാടി